ബ്രഹ്മപുരത്ത് ഈ തീപിടുത്തത്തിന് ശേഷം അവിടെ അതിലെ ഏറ്റവും വലിയ തമാശ 12ാമത്തെ ദിവസം തീ അണച്ച് പൂർണ്ണമായും തീ അണച്ച് പുകയടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കളക്ടറേറ്റിൽ യോഗം ചേരുന്നത്. അപ്പോൾ കളക്ടറേറ്റിൽ എല്ലാവരും ഉണ്ട്, ജനപ്രതിനിധികളുണ്ട്, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയ എല്ലാ വിഭാഗക്കാരും, സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അവരുടെ മുമ്പിൽ ഞാനൊരു ആക്ഷൻ പ്ലാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. കൊച്ചിയിൽ നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്നതൊക്കെയാണ്. അപ്പോഴേക്കും പുകയടങ്ങി ശ്വാസം കിട്ടാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് മനോഭാവം അപ്പം തന്നെ മാറി. അപ്പം എൻ്റെ നേരെ ആക്രോശമായിരുന്നു ആദ്യത്തെ മറുപടി. എന്നോട് പറഞ്ഞത് മിനിസ്റ്റർ, ഇത് മിനിസ്റ്ററുടെ പാലക്കാടൊന്നുമല്ല, കൊച്ചിയാണ്. കൊച്ചി മിനിസ്റ്റർക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഇതൊന്നും ഇവിടെ നടക്കില്ല എന്നാണ്. കുറച്ച് വാക്ക് തർക്കമുണ്ടായി. അവസാനം അത് നടത്തണമെന്ന് തന്നെ തീരുമാനിച്ചു. കർക്കശമായ നിലപാടെടുത്തു. പിന്നെ ഓരോ വാർഡിലും പോയി, ഒരാഴ്ച അവിടെ പോയി നിന്ന് താമസിച്ചു. ജനപ്രതിനിധികളെല്ലാം കൂട്ടി വാർഡ് പോയി ആളുകളെ വിളിച്ചു ചേർത്ത് ആയിരക്കണക്കിന് ആളുകളോടൊന്ന് സംസാരിച്ചു. അപ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ MCF സ്ഥാപിക്കാൻ പറ്റില്ല. ഒറ്റ മിനി MCF ഉണ്ടായിരുന്നില്ല കൊച്ചി. ഇവിടെ പറ്റില്ല, സ്ഥലം കണ്ടെത്താൻ പറ്റില്ല. നമ്മുടെ ഈ കമ്മ്യൂണിറ്റി തല തുമ്പൂർ മൊഴിയുണ്ട്, ദൈവമാലിന്യം സംസ്കരിക്കാൻ. അതാരംഭിക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊച്ചി നഗരത്തിലോ സാധ്യമാവില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഒരു കൗൺസിലർ മുന്നോട്ട് വന്നത്, ഒരു വനിത, അംബിക എന്നാണ് അവരുടെ പേര്. അവര് മുന്നോട്ട് വന്നു. എടപ്പള്ളി പാലത്തിന്റെ താഴെ, മേൽപ്പാലത്തിന്റെ താഴെയുള്ള സ്ഥലം അവര് ഒരു തുമ്പൂർ മൊഴി ആക്കി മാറ്റി 5 ലക്ഷം രൂപ അവരെവിടെ നോക്കിയോ കടമായി സംഘടിപ്പിച്ചിട്ടാണ് ആദ്യം ഇത് ചെയ്യുന്നത്. അപ്പൊ അവരെന്നോട് ചോദിച്ചു, മിനിസ്റ്റർ ഒന്ന് വരാമോ ഉദ്ഘാടനം ചെയ്യാൻ? ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും വരാം, ഉദ്ഘാടനം ചെയ്യാൻ പോയി. ഇപ്പൊ ആ പ്രദേശത്ത് ഭയങ്കര എതിർപ്പായിരുന്നു, ആദ്യം അതിഭയങ്കര എതിർപ്പായിരുന്നു. പിന്നെ ഇവരെ ഈ എതിർക്കുന്നവരോടൊക്കെ സംസാരിച്ച് അവരെയെല്ലാം കൺവിൻസ് ചെയ്ത് നോക്കുമ്പോൾ എതിർക്കുന്നവരെല്ലാം പിന്നീട് അന്ന് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാനെത്തി. അതുകൊണ്ടുണ്ടായ മാറ്റം, ഈ മേൽപ്പാലത്തിന്റെ താഴെ മാലിന്യ ആൾക്കാർ വലിച്ചെറിഞ്ഞിരുന്ന സ്ഥലമാണ്, അലക്ഷ്യമായിട്ട് വലിച്ചെറിഞ്ഞിരുന്ന സ്ഥലം, മാലിന്യം കുമിഞ്ഞുകൂടിയ സ്ഥലമാണ്. അത് മുഴുവൻ വൃത്തിയായി. പോരാത്തതിന് ഇതിന്റെ താഴെയുള്ള സ്ഥലം ഇരുട്ടായി കഴിഞ്ഞാൽ സാമൂഹ്യ വിരുദ്ധരുടെയും മയക്കുമരുന്നുകാരുടെയും ഒക്കെ താവളമായിരുന്നു. അതിനും മാറ്റം വന്നു, അവിടെ വെളിച്ചം വന്നു. ഈ തുമ്പൂർ മൊഴിയിലെ വളം ഉപയോഗിച്ചുകൊണ്ട് അവരവിടെ പച്ചക്കറി കൃഷി ആരംഭിച്ചു. എന്ന് പറഞ്ഞാൽ ഒരു മാലിന്യ സംസ്കരണ ഉപാധി നിലവിൽ വന്നു എന്ന് മാത്രമല്ല, ആ പ്രദേശത്ത് സാമൂഹിക ജീവിതത്തിൽ ആ ഒരു മാറ്റം തന്നെ ഉണ്ടാക്കാൻ പറ്റി. ഒരു കൗൺസിലറുടെ ഇടപെടലാണ്. തൊട്ടു പിന്നാലെ പൊന്നുരുന്നി പാലത്തിന്റെ താഴെ മറ്റൊന്ന് വന്നു. അപ്പൊ ഒന്നും നടക്കില്ല, ഇത് കൊച്ചിയാണ് എന്ന് പറഞ്ഞെടുത്ത് ഈ മാറ്റങ്ങളെല്ലാം ഉണ്ടായി. 56 81 മറ്റോ മിനിയം കണ്ടെയ്നർ MCF. കൊച്ചിയിൽ സ്ഥലത്തിന്റെ പ്രശ്നമാണ്, MCFന് സ്ഥലം കിട്ടില്ല. അങ്ങനെയാണ് കണ്ടെയ്നർ MCF ആക്കി മാറ്റാം എന്ന ആശയം വന്നത്. അതിൽ മാധ്യമങ്ങളുടെ പങ്ക് വളരെ പ്രധാനമായിരുന്നു എന്ന് കൊച്ചിയിലെ മാറ്റം ഉണ്ടാക്കുന്നത്. കാരണം തുടങ്ങിയത് കൊച്ചിയിൽ നിന്നാണല്ലോ. വലിയ റെസിസ്റ്റൻസ് ഉണ്ടായ കൊച്ചിയിൽ ഈ മനോഭാവം സൃഷ്ടിക്കുന്നതിൽ മാധ്യമങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. പ്രത്യേകിച്ച് പ്രാദേശിക പേജിലെല്ലാം നിരന്തരം ഇത്തരം വാർത്തകൾ വരികയും ഒക്കെ ചെയ്തു. അത് പരസ്യമായിട്ട് പിന്നെ ഒരു പരിധിയിൽ കൂടുതൽ ഇതിനെ എതിർത്ത് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കുകയുണ്ടായി.